എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വിജയലക്ഷ്മി ഗീതുവും ഗോവിന്ദും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് രഞ്ജു വരുന്നേ. രഞ്ജു വന്നിട്ട് ചോദിച്ചു, എന്താ മൂന്നുപേരും കൂടെ ഗൂഢാലോചന എന്ന് ചോദിക്കുകയാണ്. ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞാന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, മൂന്ന് പേർക്ക് ഒരു ഹോസ്പിറ്റലിൽ പോവാം, അപ്പൊ കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കുമല്ലോ എന്ന് പറയാണ്. ഇത് കേട്ട് ഞാൻ വിജയലക്ഷ്മി ഒന്നും മിണ്ടാ നിൽക്കണം. അല്ല, അമ്മ എന്താ ഇങ്ങനെ ഇരിക്കണേ, നമുക്ക് ഇറങ്ങിയാലോ, ഒരു കാര്യം ചെയ്യാം, പോയി ഫുഡ് കഴിച്ചിട്ട് വരാന്ന് പറയാം. ഇത് കേട്ട് ഞാൻ വിജയലക്ഷ്മി പറഞ്ഞു, ഞാനില്ല ഫുഡ് കഴിക്കാനായിട്ട്. ഞാൻ അങ്ങോട്ട് വന്ന ആൾക്കാരൊക്കെ ചോദിക്കും ആരെ എന്താന്നൊക്കെ ചോദിക്കും, പറയാനൊരു മറുപടി ഇല്ലല്ലോ എന്ന് പറയാം. ഇത് കേട്ടതും ഗീത് പറഞ്ഞു, എന്തൊക്കെയാ അമ്മ പറയണേന്ന് ചോദിക്കാം. അതെ, അമ്മയുടെ കൂടെ ഞാൻ വരാം, ആ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി. ഈ സമയം രഞ്ജു പറഞ്ഞു, ഞാൻ വരുന്നില്ല ഫുഡ് കഴിക്കാൻ, ഫുഡിന്റെ മണം കേട്ടാൽ തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വരുമെന്ന് പറയാം. ഇത് കേട്ട് ഗീത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അമ്മയുടെ കൂടെ ഞാൻ വരാമെന്ന് പറയാണ്. ഇനിയിപ്പോ അമ്മ ആരാ എന്താന്നൊക്കെ ചോദിക്കുന്നവരുടെ എന്റെ അമ്മയാന്ന് പറഞ്ഞ് ഞാൻ മറുപടി കൊടുത്തോളാം എന്ന് പറയാം. ഇത് കേട്ടതും ഗോവിന്ദ് ഒരു നിമിഷം ഗീതുവിനെ നോക്കുകയാണ്. പിന്നീട് ഗോവിന്ദ് പറഞ്ഞു, അതെ, ഇവിടെ വന്ന അതിഥികളായിട്ട് ഫുഡ് കഴിക്കാതെ പോകേണ്ട കാര്യമില്ല, ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയാം. അങ്ങനെയല്ലേ ഗോവിന്ദിന് പറയാൻ പറ്റുള്ളൂ, അല്ലാതെ പറയാൻ പറ്റില്ലല്ലോ. ഈ സമയം വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു ഗോവിന്ദിന്റെ മനസ്സിൽ രഞ്ജുവിന്റെ മുഖമായിരുന്നു. എങ്ങനെയാവും ഏതായി തീരുന്നു അറിയത്തില്ല. പിന്നീട് അങ്ങനെ എല്ലാവരും ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് പോയതിന് ശേഷം ഗോവിന്ദ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഗീതു അങ്ങോട്ടേക്ക് വരുവാണ്. ഗീതു വന്നിട്ട്, എന്താ കണ്ണേട്ടാ, കാര്യമായ ആലോചനയാണല്ലോ എന്ന് പറയാം. ഒന്നുമില്ല, എനിക്കറിയാം ഈ സമയത്ത് കണ്ണേട്ടന്റെ മനസ്സിൽ എന്തായിരിക്കും രഞ്ജുവിനെ കുറിച്ചുള്ള ചിന്തകളല്ലേ, അവൾക്ക് എന്താവും ഏതാവും എന്നൊക്കെ ഓർത്തിട്ടല്ലേ, അവളുടെ പ്രഗ്നൻസിയെ കുറിച്ച് ഓർത്തിട്ടല്ലേ എന്ന് ചോദിക്കുക. അത് ശരി തന്നെ, നീ പറഞ്ഞ കാര്യം ശരിയായിട്ടുള്ള കാര്യമാണ്. എൻ്റെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. കാരണം ഗോവിന്ദ് ആലോചിച്ച് കൂട്ടിയത് മറ്റൊന്നുമല്ല, ഒരു പക്ഷേ ഈ പ്രഗ്നൻസി അവളുടെ ജീവിതത്തിനൊരു തടസ്സമാവുമെങ്കിൽ ആ പ്രഗ്നൻസി അങ്ങോട്ട് ഒഴിവാക്കുവാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ, അവൾക്കുടെ ജീവന് പ്രശ്നമില്ലല്ലോ. അതായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് എങ്ങനെയാലും ഒന്ന് ചിന്തിക്കണം, എങ്ങനെയാലും രഞ്ജുവിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കണം. ചെയ്യുന്ന തെറ്റാന്നറിയാം, പക്ഷെ അവളുടെ ജീവൻ രക്ഷിക്കാൻ വേറെ മാർഗമില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇരുന്നപ്പോൾ തന്നെയാണ് ഗീതു അങ്ങോട്ട് വന്നത് തന്നെ. പിന്നീട് ഗീത് പറഞ്ഞു, ഗോവിന്ദേട്ട മനസ്സിൽ എന്താന്ന് ചോദിക്കുക. അത് പിന്നെ എനിക്ക് പറയാൻ പാടുണ്ടോന്ന് അറിയത്തില്ല, കാരണം ഞാനും ഒരു അച്ഛനാകാൻ പോവാ. എൻ്റെ ഒരു കുഞ്ഞ് നിന്റെ വയറ്റിൽ വളരുന്നുണ്ട്. അങ്ങനെ ഒരു സമയത്ത് ഞാൻ ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യമോ ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതിനെ കുറിച്ച്. പക്ഷെ എനിക്കിപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം ശ്രീകൃഷ്ണനെ വധിക്കാനെത്തിയ ആ ഹംസന്റെ രൂപത്തിൽ, അമ്മാവന്റെ രൂപത്തിൽ ഞാനും ഇപ്പം എത്താനായിട്ട് പോവാ. എനിക്ക് വേറെ നിവൃത്തിയില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗീത ചോദിച്ച, എന്താ ഗോവിന്ദൻ എന്താ ആലോചിക്കണേ. അല്ല, ഞാൻ ആലോചിച്ചൊന്നുമല്ല, അവളുടെ വയറ്റ് വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കുവാണെങ്കിൽ അവളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമല്ലോ, അതിനെക്കുറിച്ചാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗീത പറഞ്ഞു, അതാണോ. ഇത് അറിഞ്ഞപ്പോൾ തന്നെ അമ്മ അതിനെക്കുറിച്ച് ചിന്തിച്ച വിജയലക്ഷ്മി അമ്മ അറിയാവോ, ഈ കാര്യത്തെക്കുറിച്ച് സംശയം വന്നു കഴിഞ്ഞപ്പോൾ അമ്മ ആദ്യം മുരളീകൃഷ്ണൻ ഡോക്ടറെ പോയി കണ്ടത്. ഡോക്ടറെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പക്ഷേങ്കിൽ ഈ പ്രഗ്നൻസി പോലെ തന്നെ ഒരു വല്ലാത്തൊരു സംഭവമാണ് അബോർട്ടിങ് എന്നാ പറയണേ. കാരണം അബോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവന് അപകടം സംഭവിക്കാന്ന് പറഞ്ഞേ, അതും പറ്റില്ല, അത് റിസ്ക് ആയിട്ടുള്ള കാര്യമെന്ന് പറയണം. ഇത് കേട്ടെന്നും ഗോവിന്ദിന്റെ മുഖം അങ്ങോട്ട് മാറി. ഗോവിന്ദ് പെട്ടെന്ന് ചോദിച്ചു, അല്ലെങ്കിൽ ഇത് അപ്പീനെ എന്ത് ചെയ്യാൻ പറ്റും. ഡോക്ടർ പറഞ്ഞ 10% പേരെ ആൾക്കാരാണ് ഈ പ്രഗ്നൻസി തരണം ചെയ്ത് മുന്നോട്ട് വരത്തുള്ളൂ, അല്ലാത്ത ആൾക്കാരുടെയൊക്കെ ജീവൻ അപകടത്തിലാവുമെന്ന് പറഞ്ഞേ. ഗോവിന്ദിനൊരു പ്രതീക്ഷ ഉണ്ടായി. 10% ആണെങ്കിൽ കുഴപ്പമില്ല, ആ 10% നല്ല കാര്യമല്ലേ, അങ്ങനെയാണെങ്കിൽ ജീവൻ രക്ഷിക്കാൻ പറ്റിയാലോ, അങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. ഇത് കേട്ടപ്പോൾ ഗീത് പറഞ്ഞു, ഉറപ്പൊന്നുമില്ല, 10% വന്ന് പറഞ്ഞാലും എത്രത്തോളം അത് സക്സസ് ആവുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഗോവിന്ദ് പറഞ്ഞു, 10% 10%, എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണും, ഡോക്ടറെ കണ്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കണമെന്ന് പറയാണ്. പിന്നീട് അവർ മുറിയിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഗീത് പറഞ്ഞു, ഗോവിന്ദനൊന്ന് സമാധാനിക്കുക, നല്ലൊരു കാര്യം സംഭവിക്കും തന്നെ വിചാരിക്കുക, രഞ്ജുവിന് ആപത്തൊന്നും വരാനായിട്ട് പോകുന്നില്ലെന്ന് പറയാം. നമുക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ടേ കാണിക്കണം, അങ്ങനെ കാണിക്കുവാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. രഞ്ജുവിന്റെ കാര്യത്തിൽ ഒരു വിദഗ്ധ ഒപ്പീനിയൻ തന്നെ നമുക്ക് തേടാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദ് പറഞ്ഞു, അത് ശരിയാ, പക്ഷേങ്കിൽ എനിക്കെന്തോ മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. ഇത്രയും കാലം അവളെ സൂക്ഷിച്ചു വെച്ചിട്ട് ഈ അവസാന നിമിഷം അവളെ മരണത്തിന് വിട്ടുകൊടുക്കാന്ന് പറഞ്ഞാൽ അതെനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും എന്ന് പറയണം. ഇങ്ങനൊന്നും ചിന്തിക്കല്ലേ കണ്ണേട്ട എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കണേ, ഇതിന്റെ കാര്യമില്ല എന്ന് പറയണ. അപ്പോഴേക്കാണ് ഗീതുവിന്റെ ഫോണിലേക്ക് ധ്യാന്റെ കോൾ വരുന്നേ. ധ്യാനം വിളിച്ചു കിടപ്പത്തിനും ഗീതുവിന് ദേഷ്യമാണോ സങ്കടമാണോ നടത്തുക. ഗീതു കോൾ എടുക്കുകയാണ്. ധ്യാൻ പറഞ്ഞു, അതെ, ഗോവിന്ദന്റെ ഫോണിലേക്ക് വിളിക്കാൻ എനിക്ക് ധൈര്യമില്ലാത്തണ്ടാ ഗീതുവിന്റെ ഫോണിലേക്ക് വിളിച്ചത്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഗീതു, അവൾ പ്രഗ്നന്റ് ആയോ എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തൊട്ട് സമാധാനമില്ലെന്ന് പറയാം. ഓഹോ, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് എന്നെ പറഞ്ഞാൽ മതി, ഞാനാണല്ലോ എല്ലാത്തിനും തെറ്റുകാരി. ഗീതു ഇങ്ങനെയൊന്നും പറയരുത്, പിന്നല്ലാതെ
ഗോവിന്ദേണ്ണ എന്നെ ഒന്ന് ശാസിക്കുമായിരുന്നെങ്കിൽ, വഴക്ക് പറയായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര സങ്കടം വരത്തില്ലായിരുന്നു. ഞാൻ കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. എങ്ങോ കിടന്ന് ധ്യാനിനെ വിളിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. ഇപ്പൊ കണ്ടില്ല, ഈ അവസ്ഥയ്ക്ക് കാരണമാക്കി. ശരിക്കും പറഞ്ഞ വിജയലക്ഷ്മി അമ്മ ചെയ്തായിരുന്നു ശരി. നിങ്ങളെ രണ്ടുപേരെ അകറ്റി നിർത്തണമായിരുന്നു. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഒരുമിച്ച് കഴിഞ്ഞോട്ടെന്ന് കരുതി ഞാൻ ചെയ്താ. പക്ഷെ ധ്യാൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുന്നേ വിചാരിച്ചില്ലെന്ന് പറയണം. പെട്ടെന്ന് ഗോവിന്ദ് അങ്ങോട്ട് ഫോൺ വാങ്ങിയിട്ട് പറഞ്ഞു, എടാ ഈ ചതി പൊറുക്കത്തില്ലടാ. നിനക്ക് എങ്ങനെ തോന്നി അവളോട് ചെയ്യാനായിട്ട്? മനഃപൂർവ്വം നീ അവളെ കൊല്ലാൻ നോക്കിയതല്ലേന്ന് ചോദിക്കും. അയ്യോ ഗോവിന്ദേട്ട, ഇങ്ങനൊന്നും പറയരുത്, ഇങ്ങനൊന്നും പറയല് പോലും. നിന്നോട് എത്ര വട്ടം പറഞ്ഞാടാ. കല്യാണത്തിന് മുമ്പോ ഒക്കെ പറഞ്ഞല്ലേ, എന്നിട്ടോ നീ പുല്ല് വില കൊടുത്തോ? അവളുടെ ജീവൻ അപകടമെന്ന് പറഞ്ഞിട്ട് നീ സമ്മതിച്ചോന്ന് ചോദിക്കുക. അത് പിന്നെ ഗോവിന്ദേട്ട, ഞാനത് മാക്സിമം നോക്കിയതാന്ന് പറയും. എന്ത് മാക്സിമം നോക്കിയെന്ന്? നീ കുഞ്ഞു കുട്ടിയൊന്നുമല്ലോ, നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നല്ലേ. പിന്നെ നീയും ആഗ്രഹിച്ചിരുന്ന ഒരു കുഞ്ഞിനെ, അതെല്ലാടെ സത്യം ചോദിക്കുക. അയ്യോ അങ്ങനെയൊന്നുമില്ല, നീ മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എത്രമാത്രം രഞ്ജുവിനെ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അപ്പൊ അതുപോലെ തന്നെ നീ ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാടാ ഇങ്ങനെയൊക്കെ എനിക്കറിയാമെന്ന് പറയാ. പെട്ടെന്ന് ഗീത ഫോണും കൂടി വാങ്ങുവാണ്. എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല ധ്യാന എന്ന് പറയാണ്. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഞാനിവിടുന്ന് അങ്ങോട്ടേക്ക് ലീവ് ചോദിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അങ്ങോട്ട് വരാൻ നോക്കാം. ഗീത പറഞ്ഞു, അതാ ശരി. ഗോവിന്ദൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് നീ ഇങ്ങോട്ട് വാ, നിന്നെ എനിക്കൊന്ന് കാണണമെന്ന് പറയാണ്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ധ്യാൻ പറഞ്ഞു, എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഗോവിന്ദന് ഇഷ്ടമുള്ള എന്നെ ചെയ്തോ, എന്നാലെങ്കിലും ഗോവിന്ദന്റെ സമാധാനമെങ്കിൽ അങ്ങനെ സമാധാനം ആവട്ടെ എന്ന് പറയണം. അങ്ങനെ കോള് കെട്ടി ചെയ്തപ്പോൾ ഗീത പറഞ്ഞു, ധ്യാനിനോട് ദേഷ്യപ്പെട്ട് എന്താ കാര്യം ഇരിക്കണേ? നടക്കാനുള്ളത് നടന്നു, ഇനിയിപ്പം വരുന്നതിന്റെ ബാക്കി നോക്കുക, അത്രമാത്രം. എന്നാലും അവനോട് പറഞ്ഞല്ലേ ഗീതു, കാര്യങ്ങളൊക്കെ നേരത്തെ അവൻ അറിയാവുന്നതല്ലേ, എന്നിട്ടല്ലേ അവൻ ഈ ചതി ചെയ്തേ? ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു? പിന്നെ ഗോവിന്ദേട്ടന്റെ പെങ്ങളല്ലേ, ഒരു വാശി പിടിച്ച വാശി എടുത്ത തന്നെ. അവൾ ഒരു മെഡിസിൻ പോലും കഴിച്ചില്ല, എന്നിട്ടാണ് ഇങ്ങനെ ആക്കി വെച്ചത്. അവളുടെ മനസ്സിലെ ആഗ്രഹം എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞു വേണമെന്ന് മാത്രമായിരുന്നു. അവൾ ആ ആഗ്രഹം സാധിച്ചെടുത്തു. ഗോവിന്ദനെ അറിയാലോ അവൾ വാശി പിടിച്ച എങ്ങനെയായിരിക്കും എന്ന്. ഇത് കേട്ട ഗോവിന്ദ് പറഞ്ഞു, അത് ശരിക്കും തന്നെയാ, പക്ഷെ ഇത് അവളുടെ ജീവൻ വെച്ചുള്ള കളിയാ. ഇതിനകത്ത് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല എന്ന് പറയണം. സാരമില്ല, വിട്ടുകള ഗോവിന്ദേട്ടാ, നമുക്ക് എന്തേലും നോക്കാം, എത്രയും പെട്ടെന്ന് നല്ലൊരു ഡോക്ടറെ കാണാം. വെറുതെ ഗോവിന്ദയുടെ മനസ്സ് വിഷമിച്ചിട്ട് കാര്യമില്ലെന്ന് പറയാണ്. ആ സമയം രാധികാമ്മ വയറുവേദനന്ന് പൊളയുക. വരുന്നടുത്തുണ്ട്. എടാ എനിക്ക് വയറ് പൊളയുവാടാ, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ലടാ. ഇത് കേട്ടൻ വരും പറഞ്ഞു, ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ, ആ മരുന്നിന് പവർ ഉണ്ടെന്ന്. ഗീതുവിന്റെ വയറ്റിൽ വരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയ പൊടി ആ ഒരു മരുന്ന് കലക്കിയ ജ്യൂസ് കുടിച്ച രാധികാമ്മയ്ക്ക് വയറ് കൊണ്ട് വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. എടാ ഇതിനേക്കാളും ഭേദം എന്റെ ദൈവമേ പേടിച്ച് ഞാനങ്ങൾ വിറച്ച് ചത്തു പോകുന്നായിരുന്നു. അതിനേക്കാളും വലിയ വേദനയാണ് ഇപ്പൊ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഒരു ആംബുലൻസ് വിളിക്കടാ, അല്ല ഞാൻ ഇവിടെ കിടന്ന് മരിച്ചു പോകുന്നു പറയാണ്. ഇത് കേട്ടതും അവൻ പറഞ്ഞു, ഈ പാതിരാത്രി ഞാൻ ഇവിടെ പോയി ആംബുലൻസ് വിളിക്കാനാന്ന് ചോദിക്കണം. എടാ എന്നേലും എന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ എനിക്ക് എന്തേലും സംഭവിക്കും. ഇത്ര വലിയ വേദനയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നടാ. ഇത്രയും വലിയ വേദനയാണോ എൻ്റെ ഭഗവാനെ, എന്ത് ചെയ്യണം? ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്നൊരു അവസ്ഥയിലാണ് രാധികാമ്മ കിടന്ന് പൊളഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാധികാമ്മ നേരെ നിൽക്കത്തില്ല, ഇരിക്കത്തില്ല, നടക്കത്തില്ല, ഒന്നുമില്ല, അത്രയ്ക്ക് വേദനയാണ്. അപ്പം ഗീതു ഈ പൊടി കഴിച്ചിട്ട് ഉണ്ടായിരുന്നെങ്കിൽ അവസ്ഥ, ഗീതുവിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുമോ ഗീതുവിന് ആപത്തുണ്ടാവും. അപ്പോഴേക്കുമാണ് വരുണിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നേ. അത് മറ്റാരുടെ മെസ്സേജ് ആയിരുന്നില്ല, സുവർണയുടെ മെസ്സേജാ. അമ്മേ സുവർണ മെസ്സേജ് വിട്ടിട്ടുണ്ട്, ആ ചേതൻ ഗ്രൂപ്പായിട്ട് സംസാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും മെസ്സേജ് അയച്ചിരുന്ന കാര്യം, അതെ എത്രയും പെട്ടെന്ന് ചേതൻ ഗ്രൂപ്പിനോട് വാങ്ങിച്ച പണം തിരിച്ചു കൊടുക്കണം വരുൺ സാർ, അല്ലെങ്കിൽ പണിയാവും. അവരന്വേഷിച്ചിറങ്ങിയിട്ടുണ്ട്, കൊട്ടേഷൻ ടീമിന് കൊടുത്തിട്ടുണ്ട്. കയ്യിലെങ്ങാനും ചെന്നുവിട്ടാൽ തീർന്നു. അതുകൊണ്ട് പുറത്തേക്കൊന്നും അതേ ഇറങ്ങണ്ട, ഇറങ്ങുവാണെങ്കിൽ തന്നെ അവരുടെ പിടിപ്പെടാൻ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു. ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വരുണിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രാധികാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോടാന്ന് പറയാണ്. വേണ്ട, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവന്മാരനെ ടാർഗറ്റ് ചെയ്താൽ അവന്മാരനെ പിടിച്ചോണ്ട് പോകും. അതൊന്നും വേണ്ട, അമ്മ ഇവിടെ അങ്ങനെ കിടന്നാൽ മതി എന്ന് പറയാം. എടാ മോനെ, എനിക്ക് വേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത് കൂടെ അനുസരിച്ചാൽ മതി എന്ന് പറയാം. അപ്പോഴത്തേക്കും കാഞ്ചന ഒരു ഗ്ലാസ്സിനകത്ത് മോരും വെള്ളം കൊണ്ട് വരുന്നേ. ഇതെന്താ കാഞ്ചന, ഇത് മോരും വെള്ളമാണെന്ന് പറയാണ്. അതെ രാധികാമ്മയ്ക്ക് വയറുവേദനയെന്ന് രേഖപ്പാപ്പ പറഞ്ഞു, രേഖപ്പാപ്പ ഉണ്ടാക്കി തന്നാന്ന് പറയണം. അല്ല രേഖപ്പാപ്പ തന്നാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, രേഖ എങ്ങനെയായിരുന്നു എനിക്ക് വയറുവേദനയാന്ന്, അതൊന്നും എനിക്കറിയില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം വരും പറഞ്ഞു, അന്നമ്മ കുടിക്കുമ്പേ മോരും വെള്ളമല്ലേ കുടിക്കാൻ പറയണം. അങ്ങനെ രാധികാമ്മ കുടിച്ചു. രാധികാമ്മ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കാഞ്ചന പറഞ്ഞു, അതെ ഇതിനകത്ത് കുറേ ഔഷധക്കൂട്ടുകളൊക്കെ ഇട്ടതാ, അതുകൊണ്ട് പെട്ടെന്ന് കുറഞ്ഞോളൂ എന്ന് പറയണം. പറഞ്ഞു ചോദിച്ചാൽ ഔഷധക്കൂട്ടുകളോ, അപ്പം നല്ല കാര്യമാണല്ലോ അമ്മേ, കാഞ്ചന എന്തൊക്കെയോ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ കാഞ്ചന പറഞ്ഞു, അത് ശരിയാ, നമ്മൾ ബാത്റൂം കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന ലോഷനില്ലേ, അത് കൂട്ടൊരു സ്പൂണ്, പിന്നെ ഈ അടുക്കളയിൽ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഈ ക്ലീനിങ് ഓയിലില്ലേ അത് കൂട്ടും ഒരു സ്പൂൺ. അങ്ങനെ എന്തൊക്കെയോ ഒരു അതിവിദഗ്ധമായ കൂട്ടുകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ മോരുവെള്ളമായിരുന്നു പറയുന്നത്. ഇത് കേട്ടതും വാ പൊത്തിപ്പിടിക്കുവാണ് രാധികമ്മ. ഛർദ്ദിക്കാൻ വരുവാണോ എന്താണെന്ന് അറിയത്തില്ല.
അപ്പൊ നീ ഇതാണോ അമ്മയ്ക്ക് കൊണ്ടേ കൊടുത്തതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കാഞ്ചന പറഞ്ഞു, അത് പിന്നെ ഞാനല്ലേ ഇതുണ്ടാക്കിയത് രേഖപ്പാപ്പയാന്ന് പറയണം. ഇത് കേട്ടതും അവനൊന്ന് ഞെട്ടി വരണം. ഓഹോ, അപ്പം അവള് മനഃപൂർവ്വം പണി തന്നാന്നുള്ള കാര്യം മനസ്സിലായി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഈ സമയം രാധികാമ്മ ബാത്റൂമിലേക്ക് ഓടുക. പിടിവിട്ടിട്ടുണ്ട് ഛർദി, വയറുവേന എന്ന് വേണ്ട സകലമാന പ്രശ്നങ്ങളുമായിട്ട്. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.